15 വർഷത്തെ നീണ്ട ഭരണത്തിന് ശേഷമാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി അധികാരത്തിൽ നിന്ന് പുറത്താവുന്നത്. തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പും പശ്ചിമബംഗാളിലെത്തിയ മാധ്യമങ്ങളൊക്കെ തന്നെ പറഞ്ഞിരുന്നത് BJPക്ക് ഭൂരിപക്ഷം കിട്ടാൻ സാധ്യതയില്ല, പക്ഷേ BJP നല്ല തോതിൽ വോട്ട് പിടിക്കും, നല്ല തോതിൽ സീറ്റ് നേടും. കഴിഞ്ഞ തവണ 77 സീറ്റാണ് നേടിയെങ്കിൽ ഇത്തവണ BJPക്ക് 120-ൽ കൂടുതൽ സീറ്റുകളൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. പക്ഷേ മമതാ ബാനർജിക്ക് തന്നെയായിരിക്കും ഭൂരിപക്ഷം എന്നാണ് മിക്ക മാധ്യമങ്ങളും, പ്രത്യേകിച്ച് മലയാള മാധ്യമങ്ങളൊക്കെ അല്ലെങ്കിൽ ചാനലുകളൊക്കെ തന്നെ മലയാളികളോട് സൂചിപ്പിച്ചിരുന്നത്. അതേപോലെ തന്നെ അവർ പറഞ്ഞു, പശ്ചിമബംഗാളിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം BJP ഇന്നും ഒരു പുറത്തുള്ളൊരു പാർട്ടിയാണ്, അല്ലെങ്കിൽ ഒരു ഉത്തരേന്ത്യൻ പാർട്ടിയാണ്. ബംഗ്ലാ ദേശീയതയുടെ അല്ലെങ്കിൽ ബംഗ്ലാ വികാരത്തിൻ്റെ, ബംഗാളികളുടെ വികാരത്തിൻ്റെ പ്രതീകം തൃണമൂൽ കോൺഗ്രസ് ആണ്. അതുകൊണ്ട് BJPക്ക് അങ്ങനെ പെട്ടെന്നൊന്നും പശ്ചിമബംഗാളിൽ ജയിച്ചു കയറാൻ കഴിയില്ല എന്നാണ് പല മാധ്യമങ്ങളും പ്രചരിപ്പിച്ചത്. എന്നാൽ ഈ കണക്കൂട്ടലുകളൊക്കെ തെറ്റിച്ചുകൊണ്ടാണ് BJP വലിയ വിജയം പശ്ചിമബംഗാളിൽ നേടിയത്. എങ്ങനെയാണ് BJPക്ക് പശ്ചിമബംഗാൾ വിജയിക്കാൻ കഴിഞ്ഞത്, അല്ലെങ്കിൽ എങ്ങനെയാണ് മമതാ ബാനർജി പരാജയപ്പെട്ടത്? 2011 മമതാ ബാനർജി പശ്ചിമബംഗാളിലെ മുഖ്യമന്ത്രിയാകുന്നത്. അതിനുമുമ്പ് അവർ കേന്ദ്രമന്ത്രിയായിരുന്നു. ആദ്യം അവർ പശ്ചിമബംഗാളിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റായിരുന്നു. പിന്നീടാണ് അവർ തൃണമൂൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്, കോൺഗ്രസ് നേതൃത്വവുമായി തെറ്റിക്കൊണ്ട്. പക്ഷേ എന്നും മമതാ ബാനർജി ഒരു സ്ട്രീറ്റ് ഫൈറ്റർ ആയിരുന്നു എന്നുള്ളതാണ്. കാരണം നിരവധി തവണ CPMകാരുടെ ശാരീരികമായ അതിക്രമങ്ങൾ നേരിടേണ്ടി വന്ന നേതാവാണ് മമതാ ബാനർജി. 2011 മമതയ്ക്ക് LDFനെ അധികാരത്തിൽ നിന്ന് പുറത്താക്കിക്കൊണ്ട്, അതായത് 1977 മുതൽ 2011 വരെ 34 വർഷം നീണ്ടുനിന്ന CPMന്റെ ഭരണത്തിന് അറുതി വരുത്തിക്കൊണ്ടാണ് മമതാ ബാനർജി 2011 അധികാരത്തിൽ വരുന്നത്. ഈ സമയത്ത് ആദ്യത്തെ 5 വർഷം മമതയുടെ ഭരണത്തിൽ വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കാരണം തുടക്കം തന്നെ മമത വളരെ നല്ല സ്റ്റെപ്പ് ഫോർവേഡ് ആയിരുന്നു എടുത്തിരുന്നത്. കാരണം പശ്ചിമബംഗാൾ വ്യവസായ വികസനത്തിൻ്റെ കാര്യത്തിൽ ഏറ്റവും അധികം പിന്നിലായിരുന്നു. ബംഗാളികൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ അൺസ്കിൽഡ് വർക്കേഴ്സായിട്ട് ജോലി ചെയ്യായിരുന്നു പലരും. അപ്പം മുമ്പ് ഇന്ത്യയുടെ വലിയ സാംസ്കാരിക തലസ്ഥാനമായിരുന്നു, അല്ലെങ്കിൽ വ്യവസായങ്ങളൊക്കെ ഉണ്ടായിരുന്ന പുരോഗതിയിലാർന്നിരുന്ന ഒരു സംസ്ഥാനം പിന്നെ ഏറ്റവും ദരിദ്രമായ സംസ്ഥാനമായിട്ട് മാറിയിരുന്നു. ആ സംസ്ഥാനത്തെ വ്യാവസായിക വളർച്ചയ്ക്ക് ഒരു താല്പര്യമെടുത്തുകൊണ്ടാണ് ആദ്യത്തെ നാളുകളിൽ മമതാ ബാനർജി ഭരണം നടത്തിയത്. ആദ്യം തന്നെ മമതാ ബാനർജി ചെയ്തത് പശ്ചിമബംഗാൾ വലിയൊരു ഗ്ലോബൽ ബിസിനസ് മീറ്റ് സംഘടിപ്പിക്കുകയായിരുന്നു. അതായത് ആഗോളതലത്തിലുള്ള ബിസിനസ്സുകാരെയൊക്കെ ബംഗാളിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമായിരുന്നു അവർ നടത്തിയിരുന്നത്. അതേപോലെ തന്നെ അവരുടെ ധനകാര്യമന്ത്രി ഇന്ത്യയിലെ മികച്ച ധനകാര്യ വിദഗ്ധനായ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അമിത് മിത്രയായിരുന്നു. അതേപോലെ തന്നെ നിരവധി പരിപാടികൾ, സ്കിൽ ഡെവലപ്മെൻറ്റ്, കാരണം 2011 മോഡി പല പദ്ധതികൾ ആരംഭിച്ചു. ആ പദ്ധതികളൊക്കെ അതിനു മുമ്പ് തന്നെ ആരംഭിക്കുകയായിരുന്നു മമതാ ബാനർജി ചെയ്തിരുന്നത്. സ്കിൽ ഡെവലപ്മെൻറ്റ് ചെയ്തിരുന്നു. ഉത്കർഷ് ബംഗ്ല എന്നുള്ള രീതിയിൽ ബംഗാളിനെ പുരോഗമിപ്പിക്കാൻ വേണ്ടി നിരവധി പദ്ധതികളാണ് മമതാ ബാനർജി ആവിഷ്കരിച്ചിരുന്നത്. അതേപോലെ തന്നെ കാർഷിക മേഖലയിലെ വികസനത്തിന് വേണ്ടി നിരവധി പദ്ധതികൾ ആവിഷ്കരിച്ചു. അതേപോലെ തന്നെ സമൂഹത്തിലെ നിരവധി ആളുകളിൽ നിന്നുള്ള ഉപദേശം സ്വീകരിക്കുന്നു. കലാകാരന്മാരാണെങ്കിലും സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണെങ്കിലും വ്യവസായികളാണെങ്കിലൊക്കെ തന്നെ അവരുമായിട്ടൊക്കെ വളരെ നല്ല രീതിയിൽ അവരുടെ റാപ്പോ സൃഷ്ടിക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇന്ത്യയിലെ പ്രമുഖ വ്യവസായികളായിട്ടുള്ള ആളുകളൊക്കെ തന്നെ, അത് ITC ഗ്രൂപ്പ് ആണെങ്കിലും ഗോയങ്ക ആണെങ്കിലും അങ്ങനെയുള്ള എല്ലാ വ്യവസായികളുമായിട്ടും സമ്പർക്കം പുലർത്തുകയും അവരുടെ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയൊക്കെയാണ് മമതാ ബാനർജി ചെയ്തത്. അതേപോലെ തന്നെ അദാനി, അംബാനി തുടങ്ങിയ ആളുകളെയൊക്കെ തന്നെ അവർ പശ്ചിമബംഗാളിലേക്ക് സ്വീകരിച്ചു. BGBS, അതായത് പശ്ചിമബംഗാൾ ഗ്ലോബൽ ബിസിനസ് സമ്മിറ്റൊക്കെ അവർ നടത്തി. പക്ഷേ പതുക്കെ മമതാ ബാനർജി ഒരു ഏകാധിപതിയായിട്ട് മാറുകയായിരുന്നു ചെയ്തിരുന്നത്. കാരണം നമ്മുടെ രാജ്യത്ത് ഒരു ഭരണ സംവിധാനമുണ്ട്. അതിൽ ക്യാബിനറ്റാണ് നയപരമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതിന് കീഴിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ് അത് നിർവഹണം നടത്തുന്നത്. അതിന് കീഴിൽ ചില വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ടാവും. ആ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് അതിൻ്റെ ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പം നമുക്ക് വേണമെങ്കിൽ കേരളത്തിൽ തന്നെ വ്യവസായ വകുപ്പുണ്ട്. ആ വ്യവസായ വകുപ്പ് എന്ന് പറയുന്നത് ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. അതിൻ്റെ കീഴിൽ സർക്കാരിൻ്റെ വ്യവസായ വകുപ്പുണ്ടാവും. ഒന്ന് വ്യവസായ ഡയറക്ടറേറ്റാണ്. അതൊരു ടെക്നിക്കൽ നോഹൗക്കുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ ഉള്ള ആളുകളായിരിക്കും. അതിന് മുകളിലാണ് സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥന്മാർ, വ്യവസായ വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരുള്ളത്. അതിനേക്കാൾ മുകളിലാണ് രാഷ്ട്രീയ രംഗത്ത് നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്ന ഭരണാധികാരികൾ. പക്ഷേ ഇവിടെ മമതാ ബാനർജി ചെയ്തത്
അവർ ക്യാബിനറ്റിനെ മറികടന്നുകൊണ്ട് അല്ലെങ്കിൽ മന്ത്രിമാരെ മറികടന്നുകൊണ്ട് നേരിട്ട് അവർ സെക്രട്ടറിമാരുമായിട്ട് ഡയറക്റ്റ് അവരിൽ വിശദീകരണം നേടുകയും അവരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ് ചെയ്തത്. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ചെയ്യുന്നത് മന്ത്രിമാരായിട്ടുള്ള മന്ത്രി കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് മുഖ്യമന്ത്രി നേരിട്ട് നോക്കുന്ന വകുപ്പുകളിലെ ഉദ്യോഗസ്ഥന്മാരായിട്ടാണ് അവർ സംസാരിക്കുന്നത്. പക്ഷെ ഇവിടെ മമതാ ബാനർജി ചെയ്തത് മമതാ ബാനർജി നേരിട്ട് എല്ലാ വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരെ മന്ത്രിമാരെ മറികടന്നുകൊണ്ടാണ് അവർ ഈ പ്രവർത്തനം ചെയ്തത്. അതേപോലെ തന്നെ മമതാ ബാനർജി മുഴുവൻ ജില്ലയിലും യാത്ര ചെയ്തു, അല്ലെങ്കിൽ മുഴുവൻ ജില്ലാ മജിസ്ട്രേറ്റ് അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് കളക്ടർമാരുമായിട്ട് നേരിട്ട് അവരിൽ നിന്ന് നിർദ്ദേശങ്ങൾ നൽകാനും അഭിപ്രായങ്ങൾ സ്വീകരിക്കാനൊക്കെ തുടങ്ങിയത്. അങ്ങനെ ഒരു നേരിട്ടൊരു കേന്ദ്രീകരണമാണ് ചെയ്തത്. അതേപോലെ തന്നെ പാർട്ടി വേറെ ഭരണകൂടം വേറെ എന്നുള്ളത് പതിവൊക്കെ മാറി. പാർട്ടിയും ഭരണകൂടവും തമ്മിലുള്ള വേർതിരിവൊക്കെ ഇല്ലാതായി. എല്ലാം മമതാ ബാനർജി മാത്രമായിട്ട് മാറി. താഴേക്കിടയിലുള്ള MLA-മാർ ഉൾപ്പെടെയുള്ള ആളുകളുടെ മീറ്റിങ്ങിലൊന്നും തന്നെ പ്രതിപക്ഷ MLA-മാരെ വിളിക്കാനേ അവർ തയ്യാറായില്ല. അപ്പോൾ തികച്ചും ഭരണപരമായിട്ട് നോക്കുന്ന സമയത്ത് ഏത് മന്ത്രിസഭയാണെങ്കിലും ഒരു ജില്ലയിൽ ഒരു മുഖ്യമന്ത്രി വന്നാൽ അവിടുത്തെ MLA-മാരുടെ യോഗം വിളിക്കുന്ന സമയത്ത് ഒരു 10 MLA-മാർ ഭരണകക്ഷിയിലും 4 MLA-മാർ പ്രതിപക്ഷത്തുമാണെങ്കിൽ അവർ 14 പേരെയും അവർ വിളിക്കും. പക്ഷേ ഇവിടെ മമതാ ബാനർജി ചെയ്തത് ഭരണകക്ഷി MLA-മാരെ മാത്രമേ അവർ ഔദ്യോഗികമായ മീറ്റിംഗിൽ പോലും വിളിച്ചു. അപ്പം അങ്ങനെ അധികാരം തന്നിലേക്ക് കേന്ദ്രീകരിക്കാൻ ശ്രമിക്കുകയാണ് മമതാ ബാനർജി ചെയ്തത്. അവരുടെ നിയമസഭാ പ്രകടനവും ആദ്യഘട്ടങ്ങളിലൊക്കെ പിന്നീട് മോശമായിട്ട് വന്നു. ആദ്യത്തെ ടേമിൽ 42 ദിവസമാണ് ശരാശരി നിയമസഭാ പ്രതിവർഷം കൂടിയത്. പിന്നീട് അത് കുറഞ്ഞ് 29 കുറയുകയാണ് ചെയ്തത്. അടുത്ത ടേമിൽ 33 വർദ്ധിച്ചെങ്കിലും നിയമസഭയൊക്കെ പലപ്പോഴും നോക്കുകുത്തിയാക്കിയിട്ടാണ് അവരുടെ കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തത്. കാരണം നിയമസഭയ്ക്കൊന്നും വേണ്ടത്ര പ്രാധാന്യം കൊടുത്തില്ല എന്നുള്ളതാണ് അവർക്കെതിരായിട്ട് ചെയ്തൊരു കാര്യം. പിന്നെ രണ്ടാമത് നിരവധി അഴിമതികളാണ് ആ സമയത്ത് വന്നിരുന്നത്. അവരുടെ മന്ത്രിമാരൊക്കെ തന്നെ അറസ്റ്റിലായി, അല്ലെങ്കിൽ മന്ത്രിമാരും MP-മാരൊക്കെ കുനാൽ ഘോഷിനെ പോലത്തെ MP-യും അവരുടെ മദൻ മിത്ര തുടങ്ങിയ മന്ത്രിമാരൊക്കെ തന്നെ പല അഴിമതി കേസുകളിലൊക്കെ ശാരദാ സ്കാമിലൊക്കെ തന്നെ അവർ അറസ്റ്റിലാകുകയാണ് ചെയ്തത്. ഇതേപോലെ തന്നെയാണ് നിരവധി അഴിമതി കേസുകൾ വന്നു. അതേപോലെ തന്നെ ഗുണ്ടകൾ പതുക്കെ എങ്ങനെയാണോ CPM ഭരണകാലത്ത് ഗുണ്ടായുസം ഉണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് കാര്യങ്ങളൊക്കെ പശ്ചിമ ബംഗാളിൽ പോകാൻ തുടങ്ങി. ആദ്യഘട്ടത്തിലൊക്കെ തന്നെ ഇടതുപക്ഷ മുന്നണിയും കോൺഗ്രസുമായിരുന്നു മമതയുടെ എതിരാളികൾ. 2016 വലിയ ഭൂരിപക്ഷമാണ് മമതയ്ക്ക് ലഭിച്ചത്. അത് അവരെ വീണ്ടും കാരണം 2011 ആദ്യമായിട്ട് അവർ ജയിച്ചു, 2016 അവർ വലിയ ഭൂരിപക്ഷം നേടി. പക്ഷേ ഈ ഭൂരിപക്ഷം നേടിയ സമയത്തൊക്കെ ഗുണ്ടായുസം അവർ കാണിക്കുന്നുണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവിലാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. എതിരാളികൾക്ക് വോട്ട് ചെയ്യാൻ അനുവദിക്കാതെ, അല്ലെങ്കിൽ എതിരാളികളുടെ ഏജന്റുമാരെ ബൂത്തിൽ നിർത്താൻ അനുവദിക്കാത്ത രീതിയിലൊരു ഭരണമായിരുന്നു അവർ കാഴ്ചവെച്ചിരുന്നത്. 2016 വലിയ ഭൂരിപക്ഷം ലഭിച്ചതോടുകൂടി, കാരണം അന്ന് രണ്ട് മുന്നണിയായിട്ടാണ് മത്സരിച്ചത്. കോൺഗ്രസ് വേറെ മത്സരിച്ചു, ഇടത് മുന്നണി വേറെ മത്സരിച്ചു. ഇടത് മുന്നണിക്ക് 33 സീറ്റ് കിട്ടി, കോൺഗ്രസ് മുന്നണിക്ക് 44 സീറ്റ് കിട്ടി. ആ സമയത്തൊക്കെ തന്നെ ഈ പ്രതിപക്ഷത്തിലെ ഭിന്നത മമതയ്ക്കൊരു തുണയായി എന്ന് വേണമെങ്കിൽ പറയാം. അതോടൊപ്പം തന്നെ നിരവധി അക്രമങ്ങൾ, നന്ദിഗ്രാം പോലത്തെ സന്ദേശ് ഖാലി പോലത്തെ സ്ഥലത്തൊക്കെ നിരവധി അക്രമങ്ങൾ നടന്നു. ഇതൊക്കെ മമതയുടെ അനുയായികളായിരുന്നു ഇതൊക്കെ ചെയ്തു വെച്ചിരുന്നത്. 2021 സ്ഥിതിഗതികൾ മാറുകയാണ്. കാരണം 2021 തെരഞ്ഞെടുപ്പിൽ BJP പശ്ചിമ ബംഗാളിലെ പ്രധാന പ്രതിപക്ഷമായിട്ട് വളർന്നു. 77 സീറ്റാണ് BJP കിട്ടിയത്. മമതയെ സംബന്ധിച്ചിടത്തോളം മമതയുടെ പിന്തുണ കൂടുകയാണ് ചെയ്തത്. 49% മമതയുടെ പിന്തുണ വർദ്ധിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് പകുതിയോളം പേർ മമതയെ അനുകൂലിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വന്നു. പക്ഷേ BJP പ്രധാന പ്രതിപക്ഷത്ത് വന്നതോടുകൂടി മമതയുടെ വിഭ്രാന്തികളൊക്കെ പുറത്തു വരാൻ തുടങ്ങി. BJP പ്രധാനമായിട്ടും ഊന്നൽ നൽകിയിരുന്നത് നുഴഞ്ഞുകയറ്റക്കാർക്കെതിരായിട്ടുള്ള നടപടികൾ എടുക്കണമെന്നാവശ്യപ്പെട്ടുണ്ടായിരുന്നു. കാരണം ബംഗ്ലാദേശിൽ നിരവധി നുഴഞ്ഞുകയറ്റക്കാർ പശ്ചിമ ബംഗാളിലേക്ക് വന്നിരുന്നു. അത് നേരത്തെ ഇടതുപക്ഷ മുന്നണി ഭരണകാലത്തും ഉണ്ടായിരുന്നു. അവരാണ് ഇവർക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തത്. പിന്നീട് മമത വന്ന സമയത്ത് മമതയുടെ ആളുകളായി ഇതേ പ്രവൃത്തി ഏറ്റെടുത്തത്. ഈ അടുത്ത് തന്നെ ഇന്ത്യ ടുഡേ പോലുള്ള മാധ്യമങ്ങളിലൂടെ വാർത്തകൾ വന്നിരുന്ന 3000 മുതൽ 5000 രൂപ വരെ കൊടുക്കുക, അല്ലെങ്കിൽ 3000 മുതൽ 10000 രൂപ വരെ കൊടുത്തിട്ടാണ് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ ബംഗ്ലാദേശിലുള്ള ആളുകളെ, പോലീസിനെയൊക്കെ BSF-യൊക്കെ കണ്ണുവെട്ടിച്ചുകൊണ്ട് ആളുകളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അവർക്കൊക്കെ വോട്ടർ പട്ടികയിലും ആധാർ കാർഡും ഒക്കെ സംഘടിപ്പിച്ചു കൊടുത്തത് മമതയുടെ പാർട്ടിക്കാരായിരുന്നു എന്നുള്ള വാർത്തകളൊക്കെ തന്നെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതേപോലെ തന്നെ 10,000 കണക്കിന് ബംഗ്ലാദേശികളെ ഇപ്പോൾ തിരിച്ചയച്ചു തുടങ്ങി.
ഇപ്പം ഇങ്ങനെയൊരു പ്രക്രിയയ്ക്ക്, അതായത് ബംഗ്ലാദേശികൾ വോട്ടർ പട്ടികയിലേക്ക് ഏറ്റവും അധികം കടന്നുകൂടിയതൊക്കെ തന്നെ മമതാ ബാനർജിയുടെ കാലഘട്ടത്തിലാണ്. ഇപ്പോൾ നേരത്തെ മുസ്ലിം വോട്ടുകളൊക്കെ CPM-നാണ് കിട്ടിയിരുന്നെങ്കിൽ പൂർണ്ണമായിട്ടും മുസ്ലിം വോട്ടിൻ്റെ ഒരു കൺട്രോൾ മമതയ്ക്ക് വരികയായിരുന്നു ചെയ്തത്. അപ്പോൾ ഒരു ഭാഗത്ത് മമത പൂർണ്ണമായിട്ടും അഴിമതിയിൽ കുളിച്ചിരിക്കുകയായിരുന്നു. നേരിട്ട് മമതാ ബാനർജി അഴിമതി നടത്തില്ലെങ്കിലും മമതാ ബാനർജിയുടെ ആളുകളായിരുന്നു അഴിമതി നടത്തിയത്. പിന്നീട് മമതാ ബാനർജിയുടെ പാർട്ടി അവർ ആദ്യമൊക്കെ പ്രതിസന്ധിയിലാണ് അവർ മുന്നോട്ട് വന്നതെങ്കിൽ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവരുടെ കൂടെ ഉണ്ടായിരുന്ന നേതാക്കന്മാരെയൊക്കെ തടഞ്ഞുകൊണ്ട് അവരുടെ മരുമകൻ അഭിഷേക് ബാനർജി അധികാരം പിടിച്ചെടുക്കുന്നതാണ് കണ്ടത്. എല്ലാ കാര്യങ്ങളും അഭിഷേക് ബാനർജി നിയന്ത്രിക്കാൻ തുടങ്ങി. ഇതോടുകൂടി മമതയുടെ പതനവും ആരംഭിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പം പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ചിടത്തോളം എന്നും അക്രമ രാഷ്ട്രീയം നമുക്ക് കാണാൻ കഴിയുമായിരുന്നു. ഇപ്പോൾ അഭിഷേക് ബാനർജി തന്നെ കേന്ദ്രമന്ത്രി അമിത്ഷായെയും അതുപോലെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ഇന്ത്യൻ പ്രസിഡന്റിനെയൊക്കെ വെല്ലുവിളിച്ചുകൊണ്ട്, ഇന്ത്യയുടെ പട്ടാളത്തെ വെല്ലുവിളിച്ചുകൊണ്ട്, BSF-നെ വെല്ലുവിളിച്ചുകൊണ്ട്, CISF-നെ വെല്ലുവിളിച്ചുകൊണ്ട് അദ്ദേഹം പ്രസംഗിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അദ്ദേഹം പറഞ്ഞത് മെയ് 4-ാം തീയതി ഇലക്ഷനിൽ ഇവരെല്ലാം തോൽക്കും, ആ സമയത്ത് നമ്മൾ കൂടുതൽ ഇലക്ട്രിക് ക്രെമറ്റോറിയങ്ങൾ തുടങ്ങും, അപ്പോൾ ഇവരെയൊക്കെ ശരിയാക്കാൻ വേണ്ടി ഞങ്ങൾ ഇലക്ട്രിക് ക്രെമറ്റോറിയങ്ങൾ തുടങ്ങും എന്ന് വരെ പരസ്യമായിട്ട് സ്റ്റേജിലിരുന്ന് പ്രസംഗിക്കായിരുന്നു അഭിഷേക് ബാനർജി ചെയ്തിരുന്നത്. പക്ഷേ ആ അഭിഷേക് ബാനർജിക്ക് വലിയ തിരിച്ചടി, ഇത്രയധികം ജനരോഷം ഉണ്ടാകുന്ന ഒരിക്കലും മമതാ ബാനർജി പ്രതീക്ഷിച്ച് കാണില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒരു ജനതയോട് വെല്ലുവിളി നടത്തിയാൽ ആ ജനത അത് കുറച്ച് കാലമേ ക്ഷമിക്കൂ, പിന്നീട് അവർ ശക്തമായ തിരിച്ചടി നൽകും എന്നുള്ളത് ഒരു പാഠമാണ് പശ്ചിമ ബംഗാൾ നൽകുന്നത്. കാരണം 34 വർഷം CPM അവിടുത്തെ ജനങ്ങളെ അടിച്ചമർത്തി ഭരിച്ചതിൻ്റെ തിക്തഫലം അവർ അനുഭവിച്ചു. സിംഗൂരിലാണെങ്കിലും നന്ദിഗ്രാമിലാണെങ്കിലൊക്കെ തന്നെ വലിയ സംഭവങ്ങളാണ് നടന്നത്. അതിനെതിരായിട്ടുള്ളൊരു പ്രക്ഷോഭമായിരുന്നു യഥാർത്ഥത്തിൽ മമതയെ അധികാരത്തിലേറ്റിയത്. പക്ഷേ അധികാരത്തിൽ വന്ന മമത ആദ്യത്തെ 2-3 വർഷങ്ങൾ കഴിയുമ്പോഴേക്ക് വീണ്ടും ഏകാധിപതിയാവാൻ തുടങ്ങി. തൻ്റെ പാർട്ടിയെ അവഗണിച്ചു, പാർട്ടിയെ പൂർണ്ണമായിട്ടും കയ്യിലൊതുക്കി, തൻ്റെ മരുമകനെ അധികാരത്തിൻ്റെ സ്ഥാനത്തെത്തിച്ചു. അങ്ങനെ ഉള്ളൊരു നിരന്തരമായ 15 വർഷത്തെ ഏകാധിപത്യ ഭരണമാണ് ഒരിക്കലും തനിക്ക് അധികാരം നഷ്ടപ്പെടില്ല എന്ന് കരുതിയിരുന്ന മമതാ ബാനർജിക്ക് പശ്ചിമ ബംഗാളിലെ തൻ്റെ അധികാരം എന്നേക്കുമായി പോയത്.